ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റെസിൻ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇതാണ് ടീബറിംഗ് ടൂൾ. ഈ ഒരു ടൂള് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഈസി ആക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ടൂള് നമ്മൾ ശ്രദ്ധിക്കുമ്പം ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു ടൂളിൻ്റെ ബ്ലേഡ് ഇതുപോലെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ റൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലെയാണ്. ഈ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഇപ്പം ഈ ഒരു പി ആൽഫബറ്റിൻ്റെ ഇതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും. അപ്പം നമുക്കതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നല്ല എഡ്ജാക്കി നല്ല ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടൂള് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൂള് ആദ്യം നമുക്ക് ഒന്ന് യൂസ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും, എന്നാൽ കുറച്ച് 2-3 വർക്കൊക്കെ ചെയ്യുമ്പം നമുക്ക് തന്നെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് വരും. അപ്പം ഈ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഈ ഒരു രീതിയിലാണ്. റെസിൻ്റെ ഏതൊരു വർക്ക് ആയിക്കോട്ടെ, ഫ്രെയിം ആയിക്കോട്ടെ, കീ ചെയിൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അത് ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ എഡ്ജൊക്കെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും. കുറച്ച് എക്സസൈസായിട്ടൊക്കെ ഉള്ള കുറേ ഇതൊക്കെ വരും. അപ്പം അതൊക്കെ മാറ്റാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഡീബറിംഗ് ടൂള്. ഇപ്പം ഈ ഒരു ലെറ്റർ തന്നെ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും ആദ്യത്തെക്കാട്ടിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആൽഫബറ്റ് എയും നമുക്കൊന്ന് എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ നമ്മുടെ ആ ഒരു ടൂള് പിടിച്ച് ഇതുപോലെ മുകളിൽ നിന്നും താഴോട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ ഈ ഒരു എക്സസൈസായിട്ടുള്ള ആ ഒരു റെസിൻ എല്ലാം പോയി അവിടെ നല്ല ക്ലിയർ ആയിട്ട് വരും. ഇതിൻ്റെ പല ഡിഫറെൻറ്റ് ബ്ലേഡ്സ് ഉണ്ട്, പക്ഷേ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കോമൺ ബ്ലേഡ്. ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് എഡ്ജൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് പ്രയാസം ആദ്യം വരും. കാരണം ഇതിൻ്റെ ബ്ലേഡ് ഫുള്ളി റൊട്ടേറ്റഡ് ആയ കാരണം നമുക്കത് പിടിച്ച് കഴിയുമ്പം നമുക്ക് ആദ്യം ഒന്ന് കയ്യിലൊന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് പ്രയാസം വരും. പക്ഷേ ഇത് വഴിയെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെസിൻ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു ടൂള് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അല്ലാതെ ഹോൾസെയിലായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും നല്ലത് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പം കുറച്ചുകൂടെ ഒന്ന് നമുക്ക് റേറ്റ് ലെസ്സായിട്ട് കിട്ടും. ഈ ഒരു എം ആൽഫബറ്റിനകത്തും ഒരുപാട് എക്സസൈസായിട്ടുള്ള റെസിൻ ഉണ്ട്. അതും ഞാൻ ഈ ഒരു ഡീബറിംഗ് ടൂൾ വെച്ച് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ഒരു ഡീബറിംഗ് ടൂള് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ റെസിൻ വർക്ക് ചെയ്യുന്നവർക്ക്. ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്